ജയരാജന്റെ വിമർശനത്തിന് പിന്നാലെ അങ്ങാടിയിൽ തോറ്റതിന് വീട്ടുകാരുടെ നെഞ്ചത്ത് കയറരുതെന്ന മറുപടിയുമായി പോരാളി ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അടിത്തറ ഇളകുന്നോ എന്നാണ് നമ്മളുടെ ചോദ്യം. നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും ഡോക്ടർ സരിൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ജയരാജ്, വലത് രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ ഡോക്ടർ ജയരാജിലേക്ക്. ഡോക്ടർ ജയരാജ്, ഇന്ന് എം വി ജയരാജൻ പറഞ്ഞ വാചകം ഇടതെന്ന് തോന്നുന്ന ചില സാമൂഹിക മാധ്യമങ്ങൾ, ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായും വിലക്കെടുക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെറുപ്പക്കാർ നിന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്നാണ്. ഡോക്ടർ ജയരാജ് എങ്ങനെ വിലയിരുത്തുന്നു ഈ പ്രസ്താവനയെ? ഇതിനകത്ത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ ട്രെൻഡിങ് എന്ന് പറയുന്നത് സ്വിംഗ് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണ്. ഈ സ്വിംഗ് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞത് BJP ആണ്. അവരുടെ ആദ്യത്തെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം 2014 അവരുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയ അവർ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള ഹേറ്റ് സ്പീച്ച്, സോഷ്യൽ മീഡിയ വഴിയുള്ള പലതരത്തിലുള്ള മാനിപ്പുലേഷൻ, ഡിജിറ്റൽ ഡിവൈഡ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എന്തുകൊണ്ടാണ് CPM-ന് ഔദ്യോഗികപരമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പേജ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ സിസ്റ്റം ഇപ്പൊ കോൺഗ്രസിനുണ്ട്? എന്റെ കൂടെ ഇവിടെ ചർച്ചയിരിക്കുന്ന ഡോക്ടർ സരിൻ കുറച്ചു നാൾ അതിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം അതിനെ കുറിച്ച് കൂടുതൽ പറയും. പക്ഷെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരം ആളുകളുടെ തന്നെ അതേ സൈറ്റുകൾ ഉപയോഗിച്ച്, അതേ ലോഗോ ഉപയോഗിച്ച്, ഉദാഹരണത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് പല ചാനലുകളുടെയും അതേ സൈറ്റുകൾ ഉപയോഗിച്ച്, അതേ പേജസ്, വെബ് പേജസ് ഉപയോഗിച്ചിട്ട് വേറെ പോസ്റ്റുകൾ അറ്റാച്ച് ചെയ്ത് ഇടുന്നു. അത് പക്ഷെ പലപ്പോഴും നോട്ട് ചെയ്യത്തില്ല. ഇത് പ്രത്യേക ചില സർക്കുലർ അല്ല ഇൻ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള പ്രതിഭാസം ധാരാളമായി കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. ഡോക്ടർ ജയരാജ്, ഇതിൽ പോരാളി ഷാജി, ചെങ്കതിര് തുടങ്ങിയ ചില സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെയാണ്, ഫേസ്ബുക്ക് പേജുകളെയാണ് എം വി ജയരാജൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോരാളി ഷാജിയൊക്കെ ഇടം വലം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPM പാർട്ടിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേജാണ്. അത് ആർക്കെതിരെയും അതിന് ചൂടറിഞ്ഞിട്ടുള്ളവർ ഒരുപാടുണ്ട്. അത് ഒരുപക്ഷെ എല്ലാ മര്യാദകളുടെയും സീമയും കടന്നുപോയിരുന്ന ആക്രമണങ്ങളൊക്കെ പലപ്പോഴും എതിരാളികൾക്ക് നേരെ തൊടുത്തു വിടാറുമുണ്ട്. ഈ പേജുകളെയൊക്കെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഡോക്ടർ ജയരാജ്? അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാപ്സൂൾ വിവാദം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ക്യാപ്സൂളുകൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എത്ര നാൾ അതിന്റെ ഒരു ഇങ്ങനെ പേറേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതുപോലെ ഓരോ സമയത്തും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത, ഇതൊരു പബ്ലിക് സ്പീച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും കാലിക യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നതും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നത്. ഡോക്ടർ സരിൻ, ഈ തിരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളും എന്നതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പടവെട്ടും നടന്നിരുന്നു. ഇതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന ചെറുപ്പക്കാരാണ് തങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു വിധി സമ്മാനിച്ചത് എന്ന മട്ടിലാണ് ഇപ്പോൾ എം വി ജയരാജന്റെ പ്രതികരണം. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതലായി പോയി അതിനെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ പേജുകൾ മാറി. അതിൽ വ്യത്യസ്ത തരം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവാം. അവരുടെ പ്രതികരണങ്ങളാണ് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചതെന്നാണ് എം വി ജയരാജൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് വസ്തുതകളെ മനസ്സിലാക്കാതെ, ഈ യഥാർത്ഥത്തിൽ നേരത്തെ ജയരാജ് പറഞ്ഞതുപോലെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോകുന്നതറിയാതെ അന്തരീക്ഷത്തിൽ ആയം പിടിക്കുകയാണോ ചെയ്യുന്നത് എം വി ജയരാജൻ? സാമൂഹിക മാധ്യമങ്ങളെ പഴി പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ഡോക്ടർ സരിൻ? അരുൺ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും അതിന് പല അവകാശികളും ഉണ്ടാകും വിജയത്തിന്. പക്ഷെ പലപ്പോഴും പരാജയം ഒരു അനാഥനായിരിക്കും. ഓഫൺ ഡിഫീറ്റ് ഈസ് ആൻ ഓർഫൻ എന്ന് പറയുന്നത് പോലെ ഈ ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയപ്പോൾ, ഈ പരാജയത്തെ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ആയപ്പോൾ ഒരു പക്ഷേ അവരുടെ താത്വികാചാര്യന്മാർ കണ്ടെത്തിയ വഴിയായിരിക്കാം അത് സാമൂഹിക മാധ്യമങ്ങളെ നന്നായി ഉപയോഗിക്കുന്ന മറ്റു പാർട്ടിക്കാരെ പോലും, ഉദാഹരണത്തിന് അക്കൗണ്ടബിലിറ്റിയോടുകൂടി കോൺഗ്രസ് എത്രയോ കാലമായി, കഴിഞ്ഞ 5-8 വർഷക്കാലത്തിലേറെയായി വളരെ സിസ്റ്റമാറ്റിക്കായി സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി പോസിറ്റീവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കോട്ടയം അച്ചായൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സൈറ്റുകൾ, അവർക്കൊന്നും അക്കൗണ്ടബിലിറ്റി തീരെ ഇല്ല സരിൻ. അല്ല, ഞാൻ പറയാം,
അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ കോട്ടയം അച്ചായൻ്റെ പ്രൊഫൈലൊക്കെ ഒന്ന് ശരിക്കും പോയി പരിശോധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്ന വസ്തുത, ഈ ഇടയ്ക്ക് ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ വളരെ രസകരമായിട്ട് ആ ഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ആ പ്രൊഫൈലിൽ നിന്ന് ഔദ്യോഗികമായി എന്ന് തോന്നിപ്പിക്കുന്നത് പോലെയും മറ്റു തരത്തിലല്ലാതെയും ഒക്കെ കമൻറ്റുകളും പോസ്റ്റുകളും ഇട്ട് തെറ്റിദ്ധാരണ പരത്തി ഈ സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണ് പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണങ്ങൾ നിത്യജീവിതത്തിൽ നമുക്ക് നമ്മുടെ നേരെ തിരിയുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത്. ആ പ്രൊഫൈലിലെ ഒരു പക്ഷേ പേരിൻ്റെ പുറകിൽ ഇരിക്കുന്നത് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഞാൻ പറയുന്നത് അത്തരത്തിൽ പോരാടുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റിയെ പറ്റിയോ മറ്റൊന്നുമല്ല. അക്കൗണ്ടബിലിറ്റിയോടുകൂടി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്ത ബോധത്തിൽ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ എൻ്റെ മാതൃപ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി പറഞ്ഞത്. സ്വാഭാവികമായും CPM-നും BJP-ക്കും ഒക്കെ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലുള്ള പുതിയ തലമുറയുമായിട്ട് എൻഗേജ് ചെയ്യുന്നത്. എന്തിനേറെ പുതിയ തലമുറ എന്നുള്ള വാക്ക് ഞാൻ ഒരു അനവസരത്തിൽ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഒരു പക്ഷേ 2 or 3 തലമുറകളെ സ്വാധീനിക്കുന്ന വിധം തന്നെയാണ് 60 വയസ്സിന് മുകളിലുള്ള എത്രയോ പേർ ഇന്ന് സോഷ്യൽ മീഡിയയാണ് കൺസ്യൂം ചെയ്യുന്നത്. അവർ കൺസ്യൂം ചെയ്യുക എന്നുള്ള വാക്ക് തന്നെയാണ്. അവർ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പോലും പറയാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വാട്സാപ്പിലേക്ക് പേഴ്സണലായി വരുന്ന സന്ദേശങ്ങളെ, വീഡിയോകളെ ഒക്കെ അവർ ഒരുപക്ഷെ നിരുപാധികം അവരതിനെ വിശ്വസിക്കുകയാണ്. അതാണ് സത്യമെന്ന് ധരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ധാരണയെ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ 10-12 കൊല്ലക്കാലമായി BJP അവരുടെ കപടത മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച് അതിനെ വാസ്തവമാക്കി മാറ്റുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തനി പകർപ്പായിരുന്നു മലയാളത്തിൽ CPM-ൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ആരെയും എന്തും പറയാമെന്നുള്ള വിധത്തിൽ മലീമസപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമായി സോഷ്യൽ മീഡിയ ഇടം മാറുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ചെളി നിറഞ്ഞ ആ കുണ്ടിൽ പിന്നെ ആരും വരരുത് എന്നും അവർ മാത്രം അവിടെ ഉണ്ടാകണമെന്നുമുള്ള രീതിയിലായിരുന്നു അവരുടെ എല്ലാ കാലത്തുമുള്ള പോക്ക്. നമുക്കതിനെ ശക്തമായി തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് പോസിറ്റീവായി കാണുന്നത്. ഇവിടെ MV ജയരാജൻ പറഞ്ഞ പ്രസ്താവന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM-ൻ്റെ തോൽവിക്ക് പ്രധാന കാരണം ആരെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശമായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചെറുപ്പക്കാർ കാണുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തൊരു കുറ്റം ആരോപിക്കുന്നു സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളിൽ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ യൂസ് ചെയ്തതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഈ തങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ MV ജയരാജൻ ഉദ്ദേശിച്ചത്. അതിന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്ന മറുപടി കൂടിയുണ്ട്. നമുക്ക് ചർച്ചയ്ക്ക് എടുക്കണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമ്മൾ അന്വേഷിക്കുന്നത് MV ജയരാജൻ സാമൂഹിക മാധ്യമങ്ങളെ പഴി പറഞ്ഞ് അടിത്തറ ഇളകുന്നത് കാണാതെ പോകുന്നുണ്ടോ എന്നതാണ്. ഡോക്ടർ സരിൻ, ഡോക്ടർ ജയരാജ്, ഒപ്പം മിഥുൻ വിജയകുമാർ എന്നിവർ നമുക്കൊപ്പം. മിഥുൻ വിജയകുമാർ, നാഗ്പൂരിൽ ഡോക്ടർ ഹെഡ്ഗേവാർ സ്മൃതി ഭവനിൽ വെച്ച് മോഹൻ ഭഗവത് പറഞ്ഞ വാചകം ഇതാണ്: സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അസത്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കപ്പെട്ടു. വിജ്ഞാനം ഇങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്? പ്രതിപക്ഷത്തെ ശത്രുപക്ഷത്ത് നിർത്തി അസത്യം പ്രചരിപ്പിക്കപ്പെടരുത് എന്ന് പറയുന്നത് RSS സൈദ്ധാന്തികൻ തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യും പലതരത്തിൽ അസത്യപ്രചരണങ്ങൾ നടത്തി. നേരത്തെ ജയരാജ് പറയുന്നത് പോലെ പലതരത്തിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ വഴി എക്കോ ചേമ്പറുകളെ സൃഷ്ടിച്ച് അസത്യപ്രചരണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയതും ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നവരുടെ ക്യാമ്പയിനുകളെ പോലും പർച്ചേസ് ചെയ്തിരിക്കുന്നതും നിങ്ങളാണെന്ന് ധ്വനി കൂടി നൽകുന്നുണ്ട് MV ജയരാജൻ. മിഥുൻ വിജയകുമാർ, മറുപടി. നോക്കൂ അരുൺ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഇവിടെ ആർക്ക് വേണ്ടി സംസാരിക്കും, ഏത് സ്പേസിലാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി വ്യക്തമായിട്ട് പറയാൻ പറ്റുക, അങ്ങനെയുള്ളൊരു വ്യക്തമായൊരു ധാരണ ഇല്ലാത്തൊരു സോഷ്യൽ മീഡിയ സ്പേസിൽ ഇന്ന ആളുകൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, അവർ പർച്ചേസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഫാക്ച്വൽ എവിഡൻസ് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണോ അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ? അപ്പോൾ വെറുതെ തോറ്റ് കഴിഞ്ഞാൽ ഒരു സ്കേപ്പ് ഗോട്ടിംഗ് ടെക്നിക്ക് അത് എല്ലാ കാലത്തും CPIM പരീക്ഷിച്ചിട്ടുള്ളതാണ്, അതവരിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു ചൊല്ലുണ്ടല്ലോ, യു കാൺട്ട് കീപ് ദ സ്നേക്സ് ഇൻ യുവർ ബാക്ക് യാർഡ് ആൻഡ് എക്സ്പെക്ട് ദം ടു ബൈറ്റ് യുവർ നൈബേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ പോരാളി ഷാജിയും ഈ പറയുന്ന മറ്റുള്ള ഹാൻഡിൽസ് ഒക്കെ തന്നെ ഒരു കാലത്ത് CPM-ന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുമ്പം ജയരാജനോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവ് അവർക്കെതിരെ സംസാരിച്ചിട്ടില്ല. അന്ന് ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ ഹാൻഡിൽസ് അല്ല, ഇവർ പറയുന്നത് ഇത് CPM-ൻ്റെ മൗത്ത് പീസ് അല്ല എന്നൊരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇലക്ഷനിൽ തോറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇലക്ഷനിൽ എന്താ പറയുക അവരുദ്ദേശിച്ച പോലുള്ള റിസൾട്ട് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ആരെങ്കിലും ഒരു എന്താ പറയുക ഒരു സ്കേപ്പ് കോട്ടാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ ഇപ്പം ചെയ്തിരിക്കുന്നത്. കാരണം അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഹാൻഡിൽസ് ഒക്കെ തന്നെ എല്ലാ കാലത്തും CPM-ന് വേണ്ടിയിട്ട് സംസാരിച്ചതാണ്. അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. 2015 ഞാൻ അതിൻ്റെ ഡേറ്റ് ഓഫ് ക്രിയേഷൻ നോക്കിയായിരുന്നു. 2015 മുതൽക്ക് ഇത്രയും കാലം CPM-ന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ഈ പേജുകളൊക്കെ മറ്റാരോ പർച്ചേസ് ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് തന്നെ യോജിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, CPM-ന്റെ ഐഡിയോളജി അത്രയും വീക്കാണ്, ആർക്ക് വേണമെങ്കിലും പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റും. ഇത്രയും കാലം അവർക്ക് വേണ്ടി പ്രചരണം നടത്തിയ ആളുകളൊക്കെ ഒരു കുറച്ച് കാശ് കിട്ടുമ്പോഴേക്കും മാറുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വീക്കായിട്ടുള്ള ഐഡിയോളജിയാണ്, അത്ര പൊള്ളയായിട്ടുള്ള ഐഡിയോളജിയാണെന്നാണ് ജയരാജൻ തന്നെ പറയാതെ പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ പോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ദേശാഭിമാനി. അപ്പോൾ ഈ കോണ്ടന്റ് ഒക്കെ തന്നെ കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ട്, റീഡർഷിപ്പ് ഉണ്ടെന്നൊക്കെയാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്രയും CPM അനുകൂലമായിട്ടുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ വിജയിപ്പിക്കാനോ തോന്നിയില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് അവരുടെ ഈ ഐഡിയോളജി കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും വലതുപക്ഷ രാഷ്ട്രീയം വളരെ ഫലപ്രദമായി സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ? സാമൂഹിക മാധ്യമങ്ങൾ വഴി ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അവരെ വളരെ പെട്ടെന്ന് അവരുടെ ചിന്തകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അസത്യപ്രചരണങ്ങളിലൂടെ. അതാണ് ഞാൻ മോഹൻ ഭഗവതിന്റെ വാക്കുകൾ ഉദ്ധരിച്ചത്. മിഥുൻ, ഞാൻ ഇതിൽ റൈറ്റ് വിങ്ങിനെയോ ലെഫ്റ്റ് വിങ്ങിനെയോ അല്ല ആരെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. ഇതിൽ ആരും അത്ര ക്ലീൻ അല്ല. എല്ലാ ഭാഗത്തും നമുക്ക് കാണാം ചില എല്ലാവരും ഈ മുറിയിൽ താങ്ക് യു മിഥുൻ. ഞാൻ മിഥുനിലേക്ക് തിരിച്ചു വരാം. ഞാൻ ജയരാജിലേക്ക് പോയി. ജയരാജ് നോക്കൂ, എം വി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടിയായി പോരാളി ഷാജി വിഭാഗം ഇട്ടിരിക്കുന്നത് നോക്കൂ. CPM പ്രതിരോധത്തിലാകുന്ന സാഹചര്യങ്ങളിലെല്ലാം പോരാളി ഷാജിയിൽ നിന്ന് പിന്തുണയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ഗ്രൂപ്പുകൾ പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടി കേന്ദ്രങ്ങളിലടക്കം ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും പോസ്റ്റിലുണ്ട്. അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് ജനത്തെ മറന്ന് ഇവരെ പിഴിഞ്ഞു ഭരിച്ചാണ് തോൽവിക്ക് കാരണമായതെന്ന് പറയുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിനു പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്ക് എന്നാണ് പോരാളി ഷാജി പറയുന്നത്. എം വി ജയരാജന് കൊടുക്കുന്ന മറുപടിയാ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിക്ക്. ബംഗാളിലെ ഭരണ തുടർച്ചയെ ആസ്വദിച്ച് മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥയൊക്കെ ഇന്റർനെറ്റിൽ നിന്നും ലഭ്യമാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം. പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലത്. തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ്, അതിൻ്റെ കാരണക്കാരും നിങ്ങളാണ്. പറയുന്നത് പോരാളി ഷാജിയാണ്. നോക്കൂ ജയരാജ്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്ത് മാനങ്ങളുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുന്നുണ്ട്. ഒരു ഭാഗത്ത് പാർട്ടിയും മറുഭാഗത്ത് ആ പാർട്ടിയെ നിശബ്ദമായി ഇതുവരെ പിന്തുണച്ച് എതിർകക്ഷികളെ മുഴുവൻ മാന്യമായും മാന്യമല്ലാതെയും പലതരത്തിലും ചിത്രീകരിക്കാൻ ശ്രമിച്ച സാമൂഹിക മാധ്യമങ്ങളും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ജയരാജ്? ഇതിനകത്ത് പാർട്ടിക്ക് ഒരു ഘടനയുണ്ട്. പാർട്ടിക്കകത്ത് തിരുത്തൽ വരുത്തണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് അതിൻ്റെതായ ഘടനയുണ്ട്, അതിനകത്തുള്ള സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനകത്ത് വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതെല്ലാം തിരുത്തലുകളെല്ലാം പാർട്ടി വരുത്തും. അത് പൊതുജനങ്ങളുടെ മധ്യത്തിലിട്ട് അലക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇത് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത സ്വന്തമായിട്ട് സ്വയംഭൂ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, കുറെ നാളായിട്ട് CPM-ന് അനുകൂലമായിട്ട് പറയുന്നു. ഇപ്പൊ അവർ പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള പരസ്യ വിമർശനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത്തരം കാര്യങ്ങൾ സംശയിക്കുന്നതിനകത്ത് നമുക്ക് ദോഷം പറയാൻ പറ്റില്ല. ആര് സംശയിച്ചാലും അതിനകത്ത് വാസ്തവം ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല, അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ്. അതായത് പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആന്റി ഇൻകുംബൻസി കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് മുഖ്യമന്ത്രി തുടർച്ചയായി നിയമസഭയിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ CPI-യോ എന്തിനേറെ CPM-ലെ ചില ഘടകകക്ഷികളോ ഈ CPM-ലെ ചില ഘടകങ്ങളോ അത് വിശ്വസിക്കുന്നതേയില്ല. അവർ തന്നെ പറയുന്നു, കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇന്നലെ പറഞ്ഞു പെൻഷൻ കിട്ടാത്തത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അതായത് പാർട്ടി പറയാൻ മടിക്കുന്നത്, പാർട്ടിക്കൊപ്പം നിന്നിരുന്ന നേതാക്കൾക്ക് പറയാൻ മടിയുള്ളത് ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വിളിച്ചു പറയുകയാണ്. അങ്ങനെ കാണാൻ കഴിയുമോ ഇതിനെ ഡോക്ടർ ജയരാജ്? പാർട്ടി നേതാക്കൾക്ക് എന്തുകൊണ്ട് അതാത് കമ്മിറ്റിയിൽ പറയുന്നതിന് ആർക്കും ഒരു വിഷയമില്ല. ഇത് പുറത്തിട്ട് അലക്കരുത് എന്നുള്ളൊരു ധാരണ ഉണ്ടായതുകൊണ്ട് ഉൾപാർട്ടി ജനാധിപത്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടി ഇപ്പോഴും CPIM എന്ന് പറഞ്ഞ പാർട്ടി മാത്രമാണ് കേരളത്തിലുള്ളതെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയാവുന്നതുകൊണ്ടും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇത്തരത്തിലുള്ള പരസ്യമായ അലക്കലുകളിലല്ല, ഒരു പബ്ലിക് ലോണ്ടറിയിലല്ല ഇത്തരം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറഞ്ഞാൽ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയമാണ്.
ഇപ്പോഴത്തെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കൊടുക്കലുകൾ വാങ്ങലുകളും എന്തെല്ലാം അന്തർധാരകൾ ഇതിന്റെ ഇടയിലൂടെ പക്ഷേ എന്റെ ചോദ്യം ഡോക്ടർ ജയരാജ് നോക്കൂ, ആ അന്തർധാരകളൊക്കെ നടന്നു. സജീവമാകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഈ പാർട്ടിയിലെ നേതാക്കളൊക്കെ ഈ പറയുന്ന പോരാളി ഷാജിയുടെയും ചെമ്പടയുടെയും ഈ ചെങ്കതിരിന്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചവരാണ്. അവർ ഉയർത്തുന്ന പ്രതിരോധത്തിന്റെ തണലിൽ നിന്ന നേതാക്കൾ കൂടിയല്ലേ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായും തങ്ങൾ വളർത്തിവിട്ടിരിക്കുന്ന സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളെ അന്ന് ഒരു തരത്തിലും, നേരത്തെ മിഥുനും സരിനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഈ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ അത് എത്ര അമാന്യമായ രീതിയിലാണെങ്കിലും അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാതെ അന്ന് പുലർത്തിയിരുന്ന നിശബ്ദതയാണോ ഇപ്പോൾ സംഭവിച്ചു പോയ ഈ വലിയ ആക്രമണത്തിന് ഇടയാക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയത്? അഥവാ അന്ന് നിശബ്ദത പാലിച്ചതാണോ ഇപ്പോൾ ഒരു വലിയ വില നൽകേണ്ടി വന്നിരിക്കുന്നത് CPM-ന്? ഇതിനകത്ത് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയങ്ങൾ മൊത്തം കൊണ്ടെത്തിക്കുന്നത് എന്തുകൊണ്ടൊരു തിങ്ക് ടാങ്ക് ഉണ്ടാവുന്നില്ല, എന്തുകൊണ്ടൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടാവുന്നില്ല പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട്. അതുണ്ടായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്യാമല്ലോ. ഇതൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ലെന്ന് പറഞ്ഞ് തുറന്ന് സമ്മതിക്കുക. ഇപ്പൊ കോൺഗ്രസിനുണ്ട്, BJP-ക്കുണ്ട്. കോൺഗ്രസ് പിന്നെ നേരത്തെ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ധാരാളം നുണപ്രചരണങ്ങൾ നടത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ഘടകത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ നട്ടാൽ കുരുക്കാത്ത നുണയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്നുകൊണ്ട് പറയാം. പക്ഷെ ഇത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം എന്തെല്ലാം കള്ളത്തരങ്ങൾ, എന്തെല്ലാം ഫേക്ക് ന്യൂസ്, ഡീപ് ഫേക്ക് വീഡിയോസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ ജെ. ഒരു നിമിഷം, സരിൻ മറുപടി വേണം അതിന്. ആ മറുപടിയോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ് ഹാൻഡിലിനെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്, നിങ്ങൾ എക്സ് ഹാൻഡിൽ യൂസ് ചെയ്തത് എങ്ങനെയാണ്? നിങ്ങൾ അതിൽ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇട്ടു, മീമികൾ ഇട്ടു. പക്ഷെ അതേസമയം BJP-യുടെ സോഷ്യൽ ഹാൻഡിലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അവർ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത് എതിരാളികളെ മറുപടി പറയത്തക്ക രീതിയിൽ ഹുക്ക് ചെയ്തു. പക്ഷെ നിങ്ങളതിനെ പരിഹാസം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എക്സ് ഹാൻഡിലിൽ, നിങ്ങളുടെ ദേശീയ തലത്തിൽ എക്സ് ഹാൻഡിലുകൾ ട്രീറ്റ് ചെയ്തവരെ കുറിച്ച് പോലുമുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അതിനോടൊപ്പം ജയരാജ് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ഈ സാമൂഹിക മാധ്യമങ്ങളെ ഒരു കൊട്ടേഷൻ സംഘങ്ങളാക്കി വളർത്തുന്നതിൽ കോൺഗ്രസിനുമുണ്ട് ഉത്തരവാദിത്വം. നിങ്ങളുടെ തന്നെ പ്രൊഫൈലുകളിൽ അസത്യപ്രചരണം നടന്നുവെന്നാണ് ജയരാജൻ പറയുന്നത്. ഡോക്ടർ സരിൻ. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് അരുൺ അത് ഒച്ചത്തിൽ സംസാരിച്ചതുകൊണ്ട് അത് സെൻസേഷണലൈസ്ഡ് ആവുമെന്നും ഈ നാട്ടിലെ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആദ്യത്തെ കാര്യം, നേരത്തെ അരുൺ പറയുന്നുണ്ടായിരുന്നു, വായനയുടെ ആഴത്തിലുള്ള വായനയും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി സീരിയസോടുകൂടി കൈകാര്യം ചെയ്യുന്നതിനെയൊക്കെ മറികടക്കുന്ന വിധം സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് ആളുകൾ സ്വാധീനിക്കപ്പെടുന്നു എന്നാണ് MV ജയരാജന്റെ ധ്വനിയെന്ന് ഞാൻ അതിനെ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുകയാണ്. അരുൺ എന്തിനാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളാണ് ദേശീയ തലത്തിലും കേരളത്തിലും സത്യപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ പറയുന്നത് മാത്രമാണ് വാർത്ത എന്നും, അങ്ങനെ ദേശീയ തലത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി സൃഷ്ടിക്കപ്പെട്ട വാർത്തകൾ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളുടെ മുനയൊടിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് കഴിഞ്ഞ 2.5 മാസക്കാലമായി നടന്ന തെരഞ്ഞെടുപ്പും അതിൻ്റെ റിസൾട്ടും. ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ലാത്ത ഇടത്തേക്ക് നിങ്ങൾ തന്നെ അത് കൊണ്ടുവന്ന് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ മാധ്യമങ്ങളെ അടക്കം മുൻനിർത്തി അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ദേശീയ തലത്തിൽ എത്രത്തോളം അത് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടോ, ഒരു പക്ഷേ ഭരണത്തിലിരിക്കുന്നവരുടെ സ്വാധീനവും അവർക്ക് വേണ്ടി ഓശാന പാടുന്ന രീതികളും എത്രത്തോളമാണ് ഗോഡി മീഡിയ എന്നുള്ള അർത്ഥത്തിലേക്ക് മടിയിലിരുത്തി കഥ പറഞ്ഞു കൊടുത്ത് ആ പറഞ്ഞു കൊടുക്കുന്ന കഥ അതുപോലെ തത്തമ്മേ പൂച്ചപ്പൂച്ച എന്ന് പറയുന്നത് പോലെ പറയുന്ന തരത്തിലുള്ള മാധ്യമങ്ങളെ വിശ്വസിക്കണം എന്നുള്ള നിങ്ങളുടെ അവകാശവാദത്തെയാണ് ദേശീയ തലത്തിലുള്ള ഈ ഇലക്ഷൻ റിസൾട്ട് പൊളിച്ച് കൈ തന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നതും സിറ്റിസൺ ജേർണലിസ്റ്റുകളുടെ കാലമാണ് അരുൺ. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ അരുൺ, ഞാൻ മുഴുവൻ പറയട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ദേശീയ രാഷ്ട്രീയത്തിലുള്ള റിഫ്ലക്ഷനാണ് തുടക്കത്തിൽ പറഞ്ഞു വന്നത്. അല്ലാതെ ഞാൻ ഇവരെ ഒന്നും എന്താ പറയുക ലെജിറ്റിമൈസ് ചെയ്യുകയല്ല. പറഞ്ഞു വരുന്നത് ആളുകളിലേക്ക് സത്യം എത്തണം എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ന്യൂസ് ചാനലുകളാവട്ടെ, നിങ്ങളുടെ തന്നെ സാമൂഹിക മാധ്യമ ഹാൻഡിലുകളാകട്ടെ, ഏതെങ്കിലും സാധാരണ പ്രദേശങ്ങളിൽ പ്രാദേശികമായി കൈകാര്യം ചെയ്യുന്ന ചാനലുകളാവട്ടെ, ഇനി ഒറ്റയ്ക്ക് ഈ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളാവട്ടെ, ഒരുപക്ഷെ ധ്രുവ് റാഠിയെയും രാവിഷ് കുമാറിനെ പോലെയുമുള്ള ആളുകളും പല കൺസോർഷ്യങ്ങളും അതായത് ഈ രാജ്യത്ത് വാർത്തകൾ വിലക്കെടുക്കപ്പെടുന്നു എന്ന ബോധ്യമുള്ള ഉത്തമ ജേർണലിസ്റ്റുകൾ തുടങ്ങിയ ക്രൗഡ് സോഴ്സിങ്ങിലൂടെ ഫണ്ട് സമാഹരിച്ച് നടത്തുന്ന സംവിധാനങ്ങളും ഒക്കെ കൂടി ചേർന്ന് തന്നെയാണ് BJP ഊതി വീർപ്പിച്ചെടുത്ത ബലൂൺ കുത്തിപ്പൊട്ടിച്ചത്. അത് അരുൺ അടക്കം സമ്മതിച്ച് തരണം എന്നുള്ളതും കൂടി ഞാൻ വിനയത്തോടു കൂടി ഇവിടെ ആവശ്യപ്പെടുകയാണ്. നേരെ മറിച്ച് MV ജയരാജൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുത്തി വരുന്ന സമയത്ത് ഒരു ലെജിറ്റിമസിയും ഇല്ലാത്ത
ഒരു തരത്തിലും ആരെ എന്ത് എന്നുള്ളത് പുറമേക്ക് ഡോക്ടർ സരിൻ ഒരു നിമിഷം ഡോക്ടർ സരിൻ ഞാൻ അതിനകത്ത് വിയോജിക്കുന്നതിന്റെ കാരണം ദേശീയ തലത്തിലെ ഗോദി മീഡിയയോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളെ നിങ്ങൾ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിൽ മാധ്യമങ്ങൾ എടുത്ത നിലപാട് എന്താണ്, ആ നിലപാടിന്റെ ആനുകൂല്യം കോൺഗ്രസിന് എത്ര കിട്ടി, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് എത്ര കിട്ടിയെന്നത് അറിയാമല്ലോ. അത്തരമൊരു നരേഷൻ ഒട്ടും പോസിബിൾ അല്ല. ഉദാഹരണത്തിന് ഞാൻ തന്നെ വന്ന പലതവണയും ഇതേ മാധ്യമത്തിലൂടെ തന്നെ നിങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങൾ വഴി നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ പ്രൊഫൈലുകൾ വഴി നട്ടാൽ കുരക്കാത്ത നുണ പ്രചരിപ്പിച്ചത് ഞാൻ തന്നെ തുറന്നു കാട്ടിയിട്ടില്ലേ? അത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. അത് നിങ്ങൾ ചെയ്താലും ചെയ്യും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കള്ളം പറഞ്ഞാലും ചെയ്യും. അത്തരമൊരു നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ധ്രുവരാഠ്യമാരും ഈ പറയുന്ന രവീഷ് കുമാർമാരും മാത്രമല്ല കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ സരിൻ, ഞാൻ ധ്രുവരാഠിയും രവീഷ് കുമാറിനെയും ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അവർക്ക് ദേശീയ തലത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒട്ടും സംശയവുമില്ല. പക്ഷേ നിങ്ങളുടെ ഹാൻഡിലുകൾക്ക് അവരോടൊപ്പം കിടപിടിക്കാവുന്ന ഒരു കണ്ടന്റും ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡോക്ടർ സരിൻ, ശരി, അരുൺ പറയുന്നത് ഞങ്ങൾക്ക് അവരോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പേ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ടിങ്ങിനെയും മാധ്യമധർമ്മത്തെയും ഞാൻ എന്തോ ചോദ്യം ചെയ്തു. ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ചാനലുകളിൽ തന്നെ ഇരുന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന 5 പേരിരുന്ന് ചർച്ചകൾ ചെയ്യുന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് പോലെയുള്ള നിങ്ങളുടെ പരിപാടിയിൽ പ്രിയപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ 2.5 മാസക്കാലവും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം എന്താണെന്ന് ആവർത്തിച്ച് പറയുകയും അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ ഒരുപക്ഷെ നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പലരും മുഖവിലേക്കെടുക്കാതെ മലയാള മാധ്യമ രംഗത്തെ ഒരുപക്ഷെ കൺസിസ്റ്റന്റ് ആയി എങ്ങനെയാണ് ഉത്തരേന്ത്യയിലും ഇന്ത്യയിലടക്കം എല്ലാ പ്രദേശങ്ങളിൽ എല്ലാവിടെയും ഈ BJPക്ക് എതിരെയുള്ള ജനവികാരം രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾ തന്നെ അത് വളരെ കൃത്യമായി വിശകലനം ചെയ്ത ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് മാത്രമാണ് വസ്തുതകൾ എന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം അതിനപ്പുറത്തുള്ള വസ്തുതകളെ നമ്മൾ ഫാക്റ്റുകൾ കൊണ്ട് നേരിടേണ്ടി വരും. വന്ദേ ഭാരത് ഓടുന്നത് ലാഭത്തിലാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന റെയിൽവേ യാത്രക്കാരുടെ എണ്ണത്തിലുള്ള വർധനവും വന്ദേ ഭാരത് എത്രത്തോളം കമേഴ്ഷ്യലി സക്സസ് ആണ് എന്നുള്ളതും ഫാക്റ്റ് വെച്ച് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു വീഴുമ്പോൾ അതിന് നിങ്ങൾക്ക് വില കുറഞ്ഞ് കാണുന്ന ഒരു തരം എന്താ പറയുക ഹാൻഡ്ലിംഗ് ആണ് ഞങ്ങളുടെ എക്സ് എന്ന് പറയുന്ന മാധ്യമത്തിൽ നവമാധ്യമത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അഭിപ്രായമെങ്കിൽ അതിൽ ഞങ്ങൾ മീമുകളായും ട്രോളുകളുമായും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അരുൺ ഒരു സമയം കിട്ടുന്ന സമയത്ത് ജൂൺ 4 നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിങ്ങളുടെ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ഒന്ന് എടുത്ത് കണ്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ കാണിച്ചിരുന്ന ഞാൻ പേക്കൂത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അങ്ങനെ തന്നെയാണോ റിപ്പോർട്ടിംഗ് നടത്തേണ്ടതെന്ന് ആത്മവിമർശനപരമായി പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ആ ഏർപ്പാട് ഇവിടെ പറയേണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മീമുകളായിട്ടും ട്രോളുകളായിട്ടും അന്തസ്സുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിനെ നിങ്ങളുടെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽ അടക്കം അഭിനന്ദിച്ചതുമാണ്. KC വേണുഗോപാൽ അടക്കം മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങളുടെ ചാനലിലൂടെ വോട്ടെണ്ണൽ കണ്ടതുമാണ്. അതുകൊണ്ട് ആ വോട്ടെണ്ണലിന്റെ ദിവസത്തെ നാടകീയത എല്ലാ ചാനലുകളിലും ഉള്ളതുപോലെ ഞങ്ങളത് ഉപയോഗിച്ചു. അവസാന നിമിഷം വരെയും ഞങ്ങൾ അതേ ഊർജ്ജത്തോടു കൂടി പറഞ്ഞു. ഇനി നാളെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ അതേപോലെ തന്നെ ആവേശം ജനങ്ങളിൽ എത്തിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ദാറ്റ്സ് എ മൊമെന്റ് ഫോർ സെലിബ്രേഷൻ. അത് നിങ്ങൾ ജയിച്ചാലും ശരി, മറ്റുള്ളവർ. പക്ഷെ നിങ്ങൾ ജയിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ജയിക്കുന്നു എന്ന നിലപാടിലേക്ക് കേരളത്തിലെ മാധ്യമ നരേറ്റീവ് എത്തുമ്പോൾ സ്വാഭാവികമായ ഊർജ്ജം കൂടും. അതാണ് നമ്മുടെ ഫ്ലോറിൽ കണ്ടത്. അതാ പ്രേക്ഷകർ ആസ്വദിച്ചു. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ രാഷ്ട്രീയമായ സത്യസന്ധതയും രാഷ്ട്രീയമായ നൈതികതയും പുലർത്തിയാണ് റിപ്പോർട്ടിംഗ് നമ്മൾ നടത്തിയത്. ഒരു ഇഞ്ച് കള്ളത്തരം നമ്മൾ പറഞ്ഞില്ല. നിലപാടുകൾ പരസ്യമായി തന്നെ പറയിച്ചു. ഡോക്ടർ സരിൻ ഞാൻ വരാം. എനിക്കൊരു ഇടവേള കൂടി വേണം. അതിനു മുമ്പ് എനിക്ക് മറ്റ് 2 അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകണം. നിങ്ങളിലേക്ക് ഞാൻ എത്താം. എനിക്ക് സമയം തരണം. ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേള. സാമൂഹിക മാധ്യമങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അടിത്തറകൾ ഇളകുന്നത് കാണുന്നില്ലേ? അഥവാ അടിത്തറ ഇളക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളെ പിന്തുടരുന്ന ചെറുപ്പക്കാരാണോ? MV ജയരാജൻ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഡോക്ടർ സരിൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജയരാജ്, ഒപ്പം മിഥുൻ വിജയകുമാർ എന്നിവർ. മിഥുൻ വിജയകുമാർ, ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ യുദ്ധം കോൺഗ്രസും BJPയും നടത്തുമ്പോൾ BJPക്ക് സ്വാഭാവികമായും ഒരുപാട് എക്കോ ചേമ്പറുകൾ ഉണ്ടെന്നും ഒരുപാട് പ്രാദേശികമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അവർ പടച്ചുവിടുന്ന നുണകൾ വിശ്വസിച്ചിരിക്കുന്ന സാധാരണക്കാരാണ് ഇതുവരെ BJPക്ക് വോട്ട് കുത്തിയതെങ്കിൽ നിങ്ങളുടെ കുത്തകാവകാശങ്ങളെ പൊളിച്ചുകൊണ്ട് ധ്രുവരാഠ്യമാർ എത്തിയിരിക്കുന്നു. അവർ പുറത്തേക്ക് വിടുന്ന ദൃശ്യങ്ങളും വാർത്തകളും സാധാരണക്കാർ കണ്ടു. പല ഭാഷകളിൽ, ഹിന്ദി ഭാഷയിൽ ധ്രുവരാഠ്യ അവരോട് സംസാരിച്ചു. ഒരു വീഡിയോയ്ക്ക് 8 മിനിറ്റുകൾക്കുള്ളിൽ മില്യൺ വ്യൂവേഴ്സ് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാഞ്ഞിരിക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ BJPയെ തന്നെ പ്രതിരോധിച്ച് നിർത്തിയിരിക്കുന്നത് ഈ സമാന്തര മാധ്യമങ്ങളല്ലേ ഒരർത്ഥത്തിൽ? മിഥുൻ, അരുൺ, ആ ചോദ്യത്തിൽ അരുൺ ആക്ച്വലി BJPയെ കംപ്ലീറ്റ്ലി ഡീമോണൈസ് ചെയ്തുകൊണ്ട് ധ്രുവരാഠിയെ പോലുള്ള ആളുകൾ എന്തോ ഭയങ്കര നന്മയാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ആ ചോദ്യം തന്നെ ആർട്ടിക്കുലേറ്റ് ചെയ്തത്.
അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാതെ പോയൊരു കാര്യം, എല്ലാ പാർട്ടികൾക്കും ഇതുപോലെ അല്ലെ എല്ലാ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി ഇതുപോലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ. പക്ഷേ ഇവിടെ കോൺഗ്രസോ BJPയോ ഇതുവരെ പുറത്ത് വന്നിട്ട് ഇലക്ഷനെ വിലയിരുത്തിക്കൊണ്ട് ഇതാ നോക്കൂ ഞങ്ങൾക്കെതിരെ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അമിത്ഷായോ മോദിയോ വന്നിട്ട് പറയുകയാണ്, നോക്കൂ ഞങ്ങൾക്ക് ഇലക്ഷനിൽ ഇത്രയും വോട്ട് കുറയാൻ കാരണം ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഞങ്ങളുടെ ചില സംഘത്തിൻ്റെ ഹാൻഡിലാണെന്ന് കരുതുന്ന ഹാൻഡിൽ വഴി ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തി. അതൊക്കെ വളരെ പക്വതയില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഒരു രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവ് വന്നിട്ട് അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അവരത് ഒരു എന്താ പറയുക ഒരു സ്കേപ്പ് കോട്ടിംഗ് ടെക്നിക്കായിട്ട് മാത്രം യൂസ് ചെയ്യുകയാണ്. മാത്രമല്ല അവരുടെ തോൽവിയെ അവർ പൂർണ്ണമായും വിലയിരുത്തുന്നില്ല, ജനവിരുദ്ധ വികാരത്തെ അവർ കണക്കിലെടുക്കുന്നില്ല, ജനങ്ങളെ എപ്പോഴും പരിഹസിച്ചുകൊണ്ട് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ പോരാളി ഷാജി എന്ന പേജ് അതിന്റെ അബൌട്ട് എസ് സെക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി കാണാൻ പറ്റും. അതിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നത് CPMന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, cpimkerala.org എന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവർ ഇത്രയും കാലമായിട്ട് നോട്ടീസ് ചെയ്തില്ലേ? ഈ പറയുന്ന പോലെ പോരാളി ഷാജി പേജിന് നേരെ ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റോ അല്ലെങ്കിൽ ഒരു ലീഗൽ ആക്ഷനോ എടുക്കാൻ എന്തുകൊണ്ട് തോന്നിയില്ല? കാരണം അവരുടെ ഐഡന്റിറ്റിയെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പേജ് ഫുള്ളി ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോഴൊന്നും തോന്നാത്തൊരു പ്രശ്നമാണ് ഇപ്പം വന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം നമുക്ക് എന്താ പറയുക ഫാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുകയാണ്. കാരണം ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം പോരാളി ഷാജി മറ്റുള്ളവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പോരാളി ഷാജിക്ക് എന്താ പറയുക ഒരു എന്താ പറയുക അവർ അത്ര ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിമർശിച്ചു എന്നൊരു കാരണം കൊണ്ട് മാത്രം അതിനെ പൂർണ്ണമായും അങ്ങ് തള്ളി പറയുകയാണ് ചെയ്യുന്നത്. അത് അവർ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പ്രസംഗം തന്നെ അദ്ദേഹം നടത്തിയത് ഏത് വേദിയിൽ വെച്ചാണ്? PK കുഞ്ഞനന്ദന്റെ ഒരു അനുസ്മരണ യോഗത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. PK കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു പ്രതിയാണ്. അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ആരൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം? ഇവർക്ക് ഉപകാരമുള്ള ആളുകളെ സെലിബ്രേറ്റ് ചെയ്യുകയും ഇവർക്ക് ഉപകാരമില്ലാത്ത ആളുകളെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് CPIM എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പം ഒരു 2 മാസം മുമ്പ് താങ്കൾ ഓർക്കുന്നുണ്ടാവും, പക്ഷേ CPIMന്റെ ഈ എന്താ പറയുക 2 ചെറുപ്പക്കാർ അവർ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി മരിച്ച ആളുകളാണ്. അവർക്ക് വേണ്ടി വരെ സ്മാരക മന്ദിരങ്ങൾ പണിയുകയാണ്. അപ്പം അവർക്ക് ഉപകാരമുള്ളത് എന്താണോ അതിനെ അവർ സെലിബ്രേറ്റ് ചെയ്യും, അല്ലാത്തതിനെ അവർ തള്ളിക്കളയും, അല്ലെങ്കിൽ അതിനെ ഒരു സ്കേപ്പ് ഗോട്ടിംഗ് ടെക്നിക്കായിട്ട് അവർ ഉപയോഗിക്കും. ഈ CPMന്റെ തന്നെ പല ഈ എന്താ പറയുക ഗൂൺ പ്രൊഫൈലുകളുണ്ട്. അതായത് ഇപ്പം നേരത്തെ തന്നെ പലപ്പോഴും ഡിസ്കഷനിലൊക്കെ വന്ന ആളുകളാണ് ഈ ആകാശ് തില്ലങ്കേരി അല്ലെങ്കിൽ അർജുൻ ആയെങ്കിൽ. ഇവർക്കൊക്കെ ഉള്ള ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റേറ്റസ് ഉള്ള ആളുകളെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാണാൻ കഴിയില്ല. ഇവരെ വളർത്തുന്ന ആരാണ്? ഇവരുടെയൊക്കെ പോസ്റ്റുകൾ പോയി ലൈക്ക് ചെയ്യുന്ന ആരാണ്? ഇവരൊക്കെ ഈ എന്താ പറയുക ഈ ഔട്ട്റീച്ച് കൂട്ടുന്നത് ആരാണ്? അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ CPIMന്റെ അൺഒഫീഷ്യൽ പ്രോഗ്രാം മാനേജർ എന്താ പറയുക സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച് കൂട്ടാനുള്ള പ്രോഗ്രാം മാനേജേഴ്സ് മാത്രമാണ് ഇവർ. അൺഒഫീഷ്യൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം മിഥുൻ ആവർത്തിച്ചു പറയുന്നത് പോലെ, സലിം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എതിരാളികളെ തകർക്കാൻ വേണ്ടി എന്ത് തന്ത്രവും ഈ പറയുന്ന പോരാളി ഷാജിമാർ ഉപയോഗിക്കുമ്പോൾ അന്ന് അവയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ആ പാർട്ടിയുടെ തന്നെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് പരസ്യമായി കൊടുത്തിട്ടും അന്ന് അതിനെതിരെ പ്രതിഷേധിക്കാതെ ഇപ്പോൾ MV ജയരാജനും CPMും ഈ സോഷ്യൽ മീഡിയക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത് കാരണം കണ്ടെത്താൻ കഴിയാതെ അവർ മറ്റൊരു നിഴലിനെ ചൂണ്ടിക്കാണിച്ചത് ഇതാണ് പരാജയത്തിന്റെ കാരണം. മുഖ്യമന്ത്രി പറയുന്നത് സഭയിൽ തൃശ്ശൂരിൽ വോട്ട് നഷ്ടപ്പെട്ടത് കൂടുതലും കോൺഗ്രസിനാണ്, കണക്ക് വെച്ച് അങ്ങനെ സമർത്ഥിക്കാം. പക്ഷേ അവർ അടിസ്ഥാനമായി 18 സീറ്റിലും വിജയിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് UDF. അപ്പോൾ പരാജയത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ പാർട്ടിക്ക് കഴിയാതിരിക്കുമ്പോൾ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളെന്ന് തുറന്ന് പറയുകയാണ്. കേരളം കടം കയറി മുടിഞ്ഞു, ആരോപണങ്ങൾ ജനം ചർച്ച ചെയ്തു, ഭരണ തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സർ, ജനമെല്ലാം കണ്ടു, അതാണ് 19ഇടത്തും 8 നിലയിൽ പൊട്ടിയത്. ഇത് പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിക്കൊപ്പം ചാവേറായി പ്രവർത്തിച്ച ഒരു ചാവേറിന്റെ ഒരു സൈബർ ഗ്രൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. യഥാർത്ഥത്തിൽ പാർട്ടിയിലെ തന്നെ ചില പ്രവർത്തകരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ ഡോക്ടർ ജയരാജ് ഈ പോരാളി ഷാജി അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പങ്കുവച്ചിട്ടുള്ളത്? പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരല്ല ഇത്തരം അഭിപ്രായങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നിരന്തരമായി വരുന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളെ നോക്കി കാണാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവ് കുറഞ്ഞ ആളുകൾ വളരെ പെറിഫറലായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്നത്, ഉപരിപ്ലവതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവർ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ന്യായത്തിലേക്ക്
വന്നെത്തിയെന്ന് അല്ല, ഇരിക്കാം. എന്നൊരു സംശയം ചോദിക്കട്ടെ അതിന്റെ ഭാഗമായിട്ടാണ്. ഡോക്ടർ കാര്യം ജയരാജ്, ഇത്തരം എന്തുകൊണ്ട് തോറ്റു എന്ന് പാർട്ടിയോട് ചോദിക്കുമ്പോൾ പാർട്ടി കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളെ പിന്തുടർന്നു ചെറുപ്പക്കാർ അതുകൊണ്ട് തോറ്റു, 2 UDF-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയി, ഞങ്ങൾ തോറ്റു എന്നത് സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഇതേ സൈബർ ഗ്രൂപ്പ് പറയുമ്പോൾ അത് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ പാർട്ടിക്കുള്ളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാർട്ടിയുടെ ഘടനാപരമായ, നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയെ പൊളിക്കുന്നുണ്ടോ ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ ഇടത് പ്രൊഫൈലുകൾ? സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടത് പ്രൊഫൈലിലാണ് ഈ സംഭവങ്ങളെല്ലാം, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇത് പാർട്ടിക്ക് ഉള്ളിലല്ല ഇത് നടക്കുന്നത്. ഇത് പാർട്ടിക്ക് പുറത്ത് അനുഭാവികളെന്ന് പറയുന്ന, അനുഭാവികളെന്ന് അഭിനയിക്കുന്ന, അനുഭാവികളെന്ന് പ്രകടിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ചില കോലാഹലങ്ങളാണിത്. അതിനെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതിയാവും. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതിനകത്ത് നടക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യം എന്തെന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയില്ല. ഏതെല്ലാം തലത്തിലാണ് ചർച്ചകൾ പോകുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ ഇതെല്ലാം കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, വളരെ വ്യക്തമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ CPM-ന് ഉണ്ടാവേണ്ടുന്ന അത്യാവശ്യമായ കാര്യമാണ്. ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൃത്യമായിട്ട് വന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുവിടപ്പെട്ട കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കും. പിന്നെ അത് ദേശാഭിമാനിയുടെ ഒരു ഡിജിറ്റൽ വേർഷനായി മാറില്ലേ ജയരാജ്? എന്താണ് ഡോക്ടർ ജയരാജ്, ഇത് പാർട്ടിയുടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ അതിന് എന്ത് പ്രതികരിക്കാൻ സാധിക്കും? പിണറായി വിജയന്റെയും MV ജയരാജന്റെയും MV ഗോവിന്ദ മാഷിന്റെയും ഒക്കെ പ്രസംഗങ്ങൾ റീട്വീറ്റ് ചെയ്യാനെന്നല്ലാതെ മറ്റെന്തെങ്കിലും സക്രിയമായി ഇടപെടാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഒരു ജനാധിപത്യം കൊണ്ടുവരാൻ ആ മീഡിയയ്ക്ക് സാധിക്കുമോ? പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇത്തരം മീഡിയകൾ ഉണ്ടാക്കുന്നത്. ഇത് നേതാക്കന്മാർക്ക് അണികളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടും പോളറൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ സോഷ്യൽ മീഡിയ. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഘടന മാത്രം യൂസ് ചെയ്താൽ പോരെ? ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ സ്വിംഗ് വോട്ടേഴ്സിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ധാരാളം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായി പാർട്ടിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത, അടിസ്ഥാനപരമായി പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്ന് അറിയാത്ത, എന്നാൽ പാർട്ടിയാണെന്ന് സ്വയം അഭിരമിച്ച് നടക്കുന്ന, പാർട്ടി അനുകൂലികളാണെന്ന് സ്വയം പ്രകടിപ്പിക്കുന്ന ചില ഈ പറയുന്ന കണക്കോലെ ഈ തൊലിപ്പുറത്ത് മാത്രം വികാരമുള്ള ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അഡ്രസ് ചെയ്യണ്ടേ? അത്തരത്തിലുള്ള ആളുകളുടെ കാര്യങ്ങളും കേൾക്കണ്ടേ? അത്തരം ആളുകൾ മാറിപ്പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ സലീൽ, നേരത്തെ ജയരാജ് സൂചിപ്പിച്ചതിന്റെ മറുപടി കൂടി താങ്കളൊന്ന് പറയണം. അതായത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളും സമാനമായ രീതിയിൽ അസത്യ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. എങ്ങനെയാണോ മറ്റെല്ലാ പാർട്ടികളും ചെയ്യുന്നത് അതിൽ നിന്ന് വിഭിന്നമല്ല എന്നതാണ് ജയരാജൻ പറഞ്ഞത്. മറുപടി സലീൽ. നേരത്തെ ശ്രീ ജയരാജ് CPM-ന്റെ ആശയങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല പല സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നടത്തുന്ന ആളുകളും പ്രതികരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അവരെ ഡിസോൺ ചെയ്യുന്ന രീതിയിലും പറഞ്ഞു. അപ്പോൾ ഈ ഡിസോൺ ചെയ്യപ്പെടുന്ന ഒരുപക്ഷെ കമ്മ്യൂണിസം എന്താണെന്നോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്താണെന്നോ അറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളോട് 7 അയലത്ത് അടുത്ത് നിൽക്കാൻ സാധ്യത പോലും ഇല്ലാത്ത ഇതേ ആൾക്കൂട്ടം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്നും അല്ലാതെയും കാലങ്ങളായി നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നത്. ആ വോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ കാരണം അറിയാതെ പോകുന്നതിന് കമ്മ്യൂണിസം എന്താണെന്ന് അറിയാതെ പോകുന്നതാണ് എന്നും പാർട്ടിയുടെ രീതികൾ എന്താണെന്ന് അറിയാതെ പോകുന്നതാണ് എന്നും ഒക്കെ പറഞ്ഞാൽ ഈ പാർട്ടിയെ തെറ്റിദ്ധരിച്ച് അറിയാതെ വോട്ട് ചെയ്ത ജനത ഇനി ഒരിക്കലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത വിധം തന്നെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് കഴിഞ്ഞ സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ, MG യൂണിവേഴ്സിറ്റി ആവട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അടക്കം സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ ചെറുപ്പക്കാർ അവർ രാഷ്ട്രീയത്തെ കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. എന്താണ് നാടിന് വേണ്ടത്, അവനവൻ്റെ ഭാവിക്കും ഈ സമൂഹത്തിൻ്റെ നല്ല നടപ്പിനും എന്താണ് വേണ്ടത് എന്ന് കൃത്യം ബോധ്യമുള്ള ആളുകൾ ഒരുപാട് ക്യാമ്പസുകളിൽ KSUവിനും അതുപോലെ തന്നെ UDF-ന്റെ സഖ്യ കക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് വലിയൊരു സന്ദേശം കേരള സമൂഹത്തിന് നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ CPM ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ തോൽവിയെ അപ്പളേ മാർക്ക് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ കണ്ടൊരു പാറ്റേൺ ഉണ്ട്, അതിനത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിലായിരിക്കാം ഒരുപക്ഷെ CPM ഏറ്റവും കുറവ് വോട്ടുകൾ ചേർത്തത്. കാരണം സഖാവിന്റെ വീട്ടിലെ തന്നെ മക്കൾ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, കോളേജ് പ്രായത്തിലുള്ളതോ ജോലി തേടുന്നവരോ ആകട്ടെ, അവരുടെ വോട്ട് ചേർക്കാൻ സഖാക്കൾ മടിച്ചു. കാരണം
അച്ഛനും അമ്മയും പാർട്ടി കൊടി പിടിച്ച് പാർട്ടി പരിപാടിക്ക് പോകുന്നു, പാർട്ടിയുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ അവർ പോലും മടിച്ചു എന്നുള്ളതിന്റെ കാരണം ചിന്തിക്കുന്ന ഒരു തലമുറ, ആ തലമുറ നേരത്തെ ഇകഴ്ത്തിപ്പറഞ്ഞ പല സാമൂഹിക മാധ്യമങ്ങളുടെ സഹായം കൊണ്ടുകൂടി തന്നെയാണ് പല അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നത്. അതിൽ കുറവ് പറയാൻ പറ്റില്ല. പക്ഷേ അതേ സാമൂഹിക മാധ്യമങ്ങളെ വെറുപ്പ് പരത്തുന്നതിനും തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്തുന്നതിനും ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എതിർചേരിയിലുള്ളവരെ വ്യക്തിഹത്യ നടത്തുന്നതിനും ഉപയോഗിച്ചതിന്റെ ക്ലാസിക് ഉദാഹരണങ്ങൾ CPM-ന്റെയും BJP-യുടെയും ഹാൻഡിലുകളാണ്. ഇന്ന് മോഡിയുടെ ഒരു പ്രസ്താവനയില്ല, അതിനകത്ത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. എക്സലന്റ് അരുൺ, ഞാൻ പറയാണ് അരുൺ. ഇന്ന് മോഡി പറഞ്ഞിരിക്കുന്നത് ആളുകൾ ട്വിറ്ററിലൊക്കെ അഭിമാനത്തോടു കൂടി പേരിന്റെ ബ്രാക്കറ്റിൽ മോഡി കാ പരിവാർ, അനിൽ ആന്റണിയുടെ ട്വിറ്ററിന്റെ ബ്രാക്കറ്റ് എടുത്ത് നോക്കിയാൽ കാണും മോഡിയുടെ കുടുംബം മലയാളത്തിലാക്കിയിരിക്കുന്നത് മോഡി കാ പരിവാർ. ഇങ്ങനെ ഈ മോഡി കാ പരിവാർ എന്ന് പറഞ്ഞ്, അതായത് മോഡിയുടെ കുടുംബാംഗം എന്നുള്ള രീതിയിൽ ഓരോ ഹാൻഡിലുകളാണ് അവരുടെ വ്യക്തിഗത ഹാൻഡിലുകൾ ഉണ്ടായിരുന്നത്. അതിലൂടെ പടച്ചുവിട്ട സകല കാര്യങ്ങളും പൊളിച്ചടുക്കിപ്പെട്ടപ്പോ ഇന്ന് മഹാനായ മോഡി വന്ന് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പേരിന്റെ കൂടെയുള്ള മോഡി കാ പരിവാർ അങ്ങ് എടുത്ത് മാറ്റിക്കോളാൻ. ആലോചിച്ച് നോക്കണം, MV ജയരാജൻ ഇവിടെ എന്താണോ സൈബർ സഖാക്കൾക്ക് സന്ദേശമായി പറഞ്ഞത് അതിന്റെ തനിപ്പകർപ്പ് തന്നെയാണ് ഇതേ ദിവസം മോഡിയും സ്വന്തം അണികൾക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ പറയുന്നതിന് പഴി കേൾക്കേണ്ടി വരുന്നത് ഞങ്ങൾ പാർട്ടി വോട്ട് തേടുന്ന ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന അവമതിപ്പിന്റെ കാരണങ്ങൾ നിങ്ങൾ കൂടിയാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് അവർ രണ്ടുപേരും തന്നെയാണ് അവരുടെ പാർട്ടി സംവിധാനങ്ങളെ എത്തിച്ചത്. കോൺഗ്രസിൽ സമാനമായിട്ടുള്ള ഒരു അനുഭവമോ കോൺഗ്രസിൽ സമാനമായിട്ട് ബോധപൂർവം അത്തരം ഇടപെടലുകൾക്കോ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പരിധി വരെ അത്തരം സൈബർ ഹാൻഡിലുകളെ കോൺഗ്രസ് ആശ്രയിക്കുകയോ ചെയ്തിട്ടില്ല. ഡോക്ടർ ജയരാജ്, അത്തരം സേവന ഹാൻഡിലുകളെ ആശ്രയിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നാടേക്ക് നൂടുവിട്ട് എന്തെല്ലാം പേരുകളിലാണ് ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളും ഇത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളല്ല ഈ നാട്ടിൽ ജീവിക്കുന്നവർ തന്നെയല്ലേ. എനിക്ക് ഇഷ്ടം പോലെ പരിചയമുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവര് പലപ്പോഴും ഫേസ്ബുക്കിലൂടെ ഇത്തരം പോസ്റ്റുകൾ എനിക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഇത്തരം പോസ്റ്റുകൾ ഫേസ്ബുക്ക് ബാൻ ചെയ്തിട്ടുണ്ട്. അതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ തവണ. അതുകൊണ്ടാണ് പിന്നെ ഇതിന്റെ ആകെത്തുകയായിട്ട് പറയാനുള്ളത്, മുമ്പേ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലെ കണ്ടന്റുകൾ ഫാക്ട് ചെക്ക് കൊണ്ട് മറയ്ക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിൽ കാലിടറിപ്പോയ രണ്ട് പ്രസ്ഥാനങ്ങളാണ് BJP-യും CPM-ഉം. ഞാനൊരു കാര്യം പറയാം, വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറയുന്ന വടകരയിലേക്ക് ചർച്ച പോയാൽ ഇതിവിടെ അവസാനിക്കില്ല. വടകരയിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അത് സരിനും അറിയാവുന്ന കാര്യമാണ്. ഞാൻ വടകരയിലേക്ക് പോകുന്നില്ല. അത് നിങ്ങളുടെ കയ്യിൽ പോലും നിൽക്കാത്ത സാമൂഹിക മാധ്യമത്തിന്റെ പ്രചരണമാണ് വടകരയിൽ കണ്ടത്. ചെറുപ്പക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നപ്പോ ഞാൻ ഈ ചർച്ച വഴിതെറ്റിച്ചു വിടണ്ട എന്ന് കരുതിയിട്ടാണ് ഇതിൽ പലപ്പോഴും ഞാനൊരു പൊളിറ്റിക്കൽ സ്കോറിംഗ് ചെയ്യാൻ നോക്കാഞ്ഞത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുകയാണ് ഞങ്ങൾ വളരെ വിശുദ്ധരാണ്, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല, ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ ഒന്നും അറിയില്ല എന്ന്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം തന്നെ കോൺഗ്രസിന്റെ IT സെൽ ലീഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു വനിതാ നേതാവ് കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു. ഇദ്ദേഹം 17 ഐഫോണുകൾ ഓർഡർ ചെയ്തു എന്നും അപ്പൊ ഈ അതിനുവേണ്ടിയുള്ള എക്സ്പെൻസ് കൂട്ടിയെന്നും പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് നടന്നില്ല. അപ്പൊ അന്ന് ഈ ഐഫോണുകൾ എന്തിനു വേണ്ടിയാണ് ഓർഡർ ചെയ്തത്? അത് സോഷ്യൽ മീഡിയ മാനിപ്പുലേഷന് വേണ്ടി ആയിരുന്നില്ലേ? ഇവരുടെ തന്നെ സുപ്രിയ ശ്രീനേത് എന്ന നേതാവ്, സുപ്രിയ ശ്രീനേത് ഇത്തവണ മത്സരിക്കാനിരുന്ന ഇവരുടെ അവരെന്തുകൊണ്ടാണ് മത്സരിക്കാഞ്ഞത് എന്ന് അരുൺ അറിയില്ലേ? അവർ ഒഫീഷ്യൽ ഹാൻഡിൽ പോയിട്ട് കങ്കണ റണൌത്ത് എന്ന BJP കാൻഡിഡേറ്റിനെ അവര് അസഭ്യം പറയുകയാണ്. എന്നിട്ട് അത് ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ വിശദീകരണം എന്താണെന്നറിയോ? അവര് പറയുന്നത് എന്റെ ഹാൻഡിൽ മറ്റാരും യൂസ് ചെയ്ത് കങ്കണ റണൌത്ത് വിശദീകരണം. അപ്പൊ അങ്ങനെയുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികളെന്ന് പറയുകയാണ്. അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അവാസ്തവം പ്രചരിപ്പിക്കുമ്പോ ഇപ്പൊ പറഞ്ഞ പോലെ അല്ല, എങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ടത് മിഥുൻ പറഞ്ഞ അവാസ്തവത്തിന് ഞാൻ എങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സംബിത് പത്രക്കെതിരെ നിങ്ങളുടെ IT സെൽ തലവൻ സംബിത് പത്രക്കെതിരെ ആരോപണം നിങ്ങൾക്ക് അറിയോ? എന്താണെന്ന് അറിയോ? സംബിത് പത്രക്കെതിരെ അതുകൊണ്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മറുപടിയില്ല. താങ്കൾ അവിടെ നിങ്ങൾ തോന്നിവാസം ഞാനൊന്ന് പറയട്ടെ, ഒന്ന് കേട്ടിട്ട് പോകുന്നില്ല. ഉത്തരവാദിയല്ല. ഞാൻ തോന്നിവാസം പറഞ്ഞിട്ടില്ല. ഞാൻ മാധ്യമങ്ങൾ
റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇവിടെ. അല്ലല്ല സരിൻ, അങ്ങനെ പറയണ്ട. ഞാനിവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ആഭാസത്തരങ്ങൾക്ക് ഇല്ല മിഥുൻ, ഞാൻ വളരെ കൃത്യമായി പറയുന്നു. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആയ സുപ്രിയ ശ്രീനേത്ത് കങ്കണ റണൌത്തിന് നേരെ നടത്തിയ ക്യാരക്ടർ അസാസിനേഷൻ ക്യാമ്പയിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ വിശുദ്ധരാണെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കേണ്ട ബാധ്യത എനിക്കില്ല. നിലയുറപ്പിക്കും. ഇദ്ദേഹത്തോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും. എന്റെ ടൈം അല്ലായിരുന്നു. എനിക്ക് തന്ന 30 സെക്കൻഡ് പോലും ഞാനിങ്ങനെ കാര്യം പറയുക. നന്ദി ഡോക്ടർ സരിൻ, നന്ദി ഡോക്ടർ ജയരാജ്, മിഥുൻ വിജയകുമാർ ചർച്ചയിൽ ചേർന്നതിന്. സാമൂഹ്യ മാധ്യമങ്ങളെ പഴിചാരി അടിത്തറ ഇളകുന്നത് കാണാതിരിക്കാൻ കഴിയുമെന്ന് CPM എന്നുള്ളതായിരുന്നു ചോദ്യം. Debate with Arun Kumar.